കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. മാങ്ങാച്ചാർ എനിക്കിഷ്ടമല്ല, പക്ഷേ എന്തോ ഈ മാങ്ങ കാണുമ്പോൾ എനിക്ക് അച്ചാറുണ്ടാക്കി തിന്നാനായിട്ട് ഭയങ്കര കൊതി വന്നിട്ടുണ്ടായി കേട്ടോ. കുറേ ദിവസമായി അമ്മച്ചിയോട് പറയണം, പക്ഷേ ഇന്ന് ഞാനും അമ്മയും അക്ക ഉള്ളതുകൊണ്ടിട്ട് കൈയോടെ അച്ചാറുണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വേഗം മാങ്ങയൊക്കെ പറിച്ച് അധികം ഒന്നും എടുത്തില്ല കേട്ടോ, 4 മാങ്ങ മറ്റേ നമ്മൾ എടുത്തല്ലായിരുന്നു. മാങ്ങ പറിച്ച് നേരെ അകത്ത് വന്നിട്ട് കൈയോടെ ഞാനതിരുന്ന് അരിയാൻ തുടങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ നിന്ന് ക്ഷമയോടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ചാറുണ്ടാക്കാമെന്നൊക്കെ പറയണേ. ഇപ്പം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കണേന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വേറെ മുരിങ്ങാക്കോല് കൂടെ ചീവി വെക്കാനുണ്ടായിട്ട് നമുക്കൊന്ന് മുരിങ്ങാക്കോലും ഉണ്ട് രാത്രിയിലേക്ക് കറി മുരിങ്ങാക്കോല് വളർത്തി വെക്കാനായിട്ട്. അപ്പോൾ ആ മുരിങ്ങാക്കോലും കൂടെ ചീവി വെച്ചിട്ട് ചീവ് മാത്രമേ ചെയ്തിട്ട് കേട്ടോ, കറിയൊക്കെ വെക്കണ അമ്മയാണ്. ആ ചീവിട്ട് നേരെ നിന്നപ്പോഴേക്കും അവിടെ ഇപ്പുറത്ത് അച്ചാർ റെഡിയായി. നല്ല രസം ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നേരെ പഠിക്കാൻ വേണ്ടി അകത്താട്ടായിരുന്നു. കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും പാല് തിളക്കണം. കറക്റ്റ് ടൈമിലാണ് ഞാൻ വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വന്ന് ഗ്യാസൊക്കെ ഓഫാക്കിയപ്പോഴേക്കും അമ്മയൊക്കെ ഇങ്ങോട്ട് വന്ന് അന്താൻ വിട്ട് നിൽക്കണം. പിന്നെ ഞാൻ കുറച്ച് നേരം ഹാളിൽ നിന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അക്കയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഉള്ളപ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ ബലൂണിന് പകരം ഗ്ലൗസ് വീർപ്പിച്ച് കളിപ്പിക്കണമായിരുന്നു കേട്ടോ അവനാ. പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പോൾ അച്ചാറുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, മുരിങ്ങാക്കോല് ഉലർത്തിയതുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറുള്ളതുകൊണ്ട് ഞാൻ അത് മാത്രം കൂട്ടി ചോറ് കഴിച്ചു.